ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ലൗകിക ജീവിതത്തിൽ ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങളെല്ലാം കൃത്യമായ ചില കണക്കുകൂട്ടലുകൾക്കനുസരിച്ചാണ് നടക്കുക. ചില പൂർവജന്മങ്ങളും വർത്തമാനകാലചര്യകളുമെല്ലാം ചില പ്രത്യേക നിമിഷങ്ങളിൽ ഒന്നിക്കും. ബാലിയെ അമ്പെയ്തു കൊന്ന ശ്രീരാമന് അടുത്ത അവതാരത്തിൽ അമ്പേറ്റു മരിക്കാനായിരുന്നു വിധി. ഒരു കൂട്ടം ശാപങ്ങളുടെ കൂടിച്ചേരലായിരുന്നു യാദവ വംശനാശത്തിനും ദ്വാരകയുടെ മുങ്ങിത്താഴലിനും കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനും കാരണമായത്. അന്യരുടെ ശാപവചസ്സുകൾ ഏറ്റുവാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിതം സന്തോഷകരമായിരിക്കട്ടെ. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ നമുക്കിനിയൊരു സന്ധ്യാനാമം കേൾക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ. വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ. വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ. വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ. ശശിവദന സരസിജ നയന 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 ജഗന്മോഹന രാധാരമണ. വെണ്ണയുണ്ടമായവനെ കണ്ണാനീരാധാരമണ. വെണ്ണയുണ്ടമായവനെ കണ്ണാനീരാധാരമണ. വെണ്ണയുണ്ടമായവനെ കണ്ണാനീരാധാരമണ. വെണ്ണയുണ്ടമായവനെ കണ്ണാനീരാധാരമണ. വേണ്ടും വരം തന്നിടുവാൻ ശ്രീരംഗരാധാരമണ. വേണ്ടും വരം തന്നിടുവാൻ ശ്രീരംഗരാധാരമണ. വേണ്ടും വരം തന്നിടുവാൻ ശ്രീരംഗരാധാരമണ. വേണ്ടും വരം തന്നിടുവാൻ ശ്രീരംഗരാധാരമണ. പാർക്കടലിൽ പള്ളി കൊണ്ട് പരന്താമാരാധാരമണ. പാൽക്കടലിൽ പള്ളി കൊണ്ട് പരന്താമാരാധാരമണ. പാൽക്കടലിൽ പള്ളി കൊണ്ട് പരന്താമാരാധാരമണ. പാൽക്കടലിൽ പള്ളി കൊണ്ട് പരന്താമാരാധാരമണ. ഭക്തർ കുறை തീർത്തു വൈപ്പായ് ശ്രീരംഗരാധാരമണ. 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 ഭക്ത ഭക്ത ഭക്തവത്സല ഗോപീജനവല്ലഭ. ഭക്ത ഭക്ത ഭക്തവത്സല ഗോപീജനവല്ലഭ. ഭക്ത ഭക്ത ഭക്തവത്സല ഗോപീജനവല്ലഭ. ഭക്ത ഭക്ത ഭക്തവത്സല ഗോപീജനവല്ലഭ. വൃന്ദാവന സുകുമാര സുന്ദര പ്രേമരൂപരാധാരമണ. വൃന്ദാവന സുകുമാര സുന്ദര പ്രേമരൂപരാധാരമണ. വൃന്ദാവന സുകുമാര സുന്ദര പ്രേമരൂപരാധാരമണ. വൃന്ദാവന സുകുമാര സുന്ദര പ്രേമരൂപരാധാരമണ. പ്രേമരൂപരാധാരമണ നാമരൂപരാധാരമണ. പ്രേമരൂപരാധാരമണ നാമരൂപരാധാരമണ. പ്രേമരൂപരാധാരമണ നാമരൂപരാധാരമണ. പ്രേമരൂപരാധാരമണ നാമരൂപരാധാരമണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഹരേ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാ കൃഷ്ണ. ഗോപാല കൃഷ്ണ രാധാകൃഷ്ണ. ഗോപാല
സമുദ്രദേവനായ വരുണനും ശ്രീരാമചന്ദ്രനും ഉൾപ്പെട്ട ഒരു കഥയുണ്ട് രാമായണത്തിൽ. സീതാന്വേഷണത്തിനിടയിൽ സമുദ്രതീരത്തെത്തുന്ന രാമൻ ലങ്കയിലേക്കുള്ള വഴി ഒരുക്കാൻ വരുണനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അല്പം അഹങ്കാരം ഉള്ളിലുള്ളതുകൊണ്ട് വരുണൻ അത് ചെവിക്കൊണ്ടില്ല. തുടർന്നുണ്ടായ സംഭവങ്ങൾ അറിയാൻ കഥയെ മമ കേൾക്കാം ഇനി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയം അമ്മയിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ഈശ്വരന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇന്ദ്രനെ ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് തോൽപ്പിച്ചത്, പ്രളയാനുഭവം ഉണ്ടായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷിയുടെ കാര്യത്തെക്കുറിച്ചും പറഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദേവതകൾ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സമുദ്രത്തെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി വളരെയധികം അദ്ദേഹത്തിൻ്റെ തന്മയീ ഭാവത്തിൽ നിന്നൊക്കെ മാറി ക്രോധ സ്വഭാവത്തിലേക്ക് മാറിയ ഒരു ശ്രീരാമനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ശ്രീരാമസ്വാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോപത്തിന് പാത്രീഭൂതനായിട്ടുള്ള വരുണ ഭഗവാനെക്കുറിച്ചും ആണ്. ഈ വരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ദേവത യഥാർത്ഥത്തിൽ ഈ അഷ്ടദിക്പാലകരിൽപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ആദിത്യനാണ്, അതിഥിയുടെ മകനാണ്. അതുകൊണ്ട് തന്നെ ദേവന്മാരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമാണ് ഈ സമുദ്രത്തിൻ്റെ ദേവൻ, ജലത്തിൻ്റെ അല്ല, സമുദ്രത്തിൻ്റെ ദേവൻ. അദ്ദേഹത്തിൻ്റെ ഈ വലിയ സമുദ്രങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കൊട്ടാരങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ലോകത്തെക്കുറിച്ചൊക്കെ പല പുരാണങ്ങളിലും വ്യാപകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ ഒരിക്കൽ വരുണൻ്റെ ലോകത്ത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഭഗവാന്റെ അച്ഛൻ്റെ ജീവനെ, നന്ദഗോപരുടെ ജീവനെ തിരിച്ചു കൊണ്ടുവന്നൊരു കഥയൊക്കെ ഭാഗവതത്തിൽ പറയാറുണ്ട്. അപ്പോൾ വരുണലോകം വളരെയധികം വിസ്തൃതമായിട്ടുള്ള ഒന്നാണ്. എന്തായാലും സീതാന്വേഷണത്തിനായിട്ട് വാനര സൈന്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും ഒപ്പം സുഗ്രീവാദി വാനരന്മാരും ലങ്കയ്ക്ക് കുറുകെയുള്ള ആ മഹാസമുദ്രത്തിന് മുമ്പിലെത്തിയപ്പോൾ അവരുടെ യാത്ര അവിടെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ലങ്കയിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഹനുമാനെ പോലെ എല്ലാവർക്കും ഒന്നും ഈ നദിയെ ചാടിക്കടക്കാനുള്ള ത്രാണി ഇല്ല. ഭഗവാൻ മാരുതീപുത്രനായതുകൊണ്ടും വായുപുത്രനായതുകൊണ്ടൊക്കെ അത് സാധിച്ചു. എല്ലാവർക്കും ഇപ്പോൾ ഇത്രയും വലിയൊരു സമുദ്രത്തെ അങ്ങോട്ട് ചാടിക്കടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഈ സമുദ്രം സ്വയമേവ ഒരു വഴി കാണിച്ചു തന്നാലേ ലങ്കയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ ശ്രീരാമസ്വാമി 3 ദിവസം അവിടെ ഇരുന്നുകൊണ്ട് ഈ സമുദ്രത്തോട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ സമുദ്രമേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭാര്യ, എൻ്റെ പത്നി സാക്ഷാൽ സീത അതാ അവിടെ വിരഹദുഃഖം കൊണ്ട് കരയുന്നത് നീ കാണുന്നില്ലേ? ഞങ്ങൾ അവിടെ ചെന്നാൽ മാത്രമേ അവളെ മോചിപ്പിക്കാൻ പറ്റുള്ളൂ. ഒപ്പം ഈ ലോകത്തിന് മുഴുവൻ ഉപകാരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ രാവണൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുകയും വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനൊരു വഴി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ 3 ദിവസം സമുദ്രത്തെ അഥവാ വരുണനെ പ്രാർത്ഥിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. 3 ദിവസം ഒരു തരത്തിലുള്ള വ്രതഭംഗവും ഇല്ലാതെ നിഷ്ഠയോടുകൂടി ഭഗവാൻ ഈ വരുണനെ ഉപാസിച്ചിട്ടും അല്ലെങ്കിൽ സമുദ്രത്തെ ഉപാസിച്ചിട്ടും ആ സമയത്ത് വരുണൻ പ്രകടമായില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള ഉപാധിയും പറഞ്ഞു കൊടുത്തതുമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ മട്ടും ഭാവമൊക്കെ ഇങ്ങോട്ട് മാറാൻ തുടങ്ങി. ഇത്രയധികം ആത്മാർത്ഥമായിട്ട് ഞാൻ വിളിച്ചിട്ടും ഈ സമുദ്രത്തിൻ്റെ ദേവനായിട്ടുള്ള വരുണന് എൻ്റെ മുമ്പിൽ വന്ന് എന്നെ സഹായിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വാർത്ഥമായിട്ടുള്ളൊരു താല്പര്യത്തിന് വേണ്ടിയല്ല ഈ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഈ രാവണൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചാലേ ഈ വരുണൻ ഉൾപ്പെടെയുള്ള ദേവന്മാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പോലും അതിനൊരു വഴി ഉണ്ടാക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ആ അഹങ്കാരം ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ തൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ആ വില്ല്, കോദണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ആ വില്ലിനെ കയ്യിൽ ധരിക്കുന്നു. ഭഗവാൻ ഒരു ബ്രഹ്മാസ്ത്രത്തെ തന്നെ തൻ്റെ കയ്യിലേക്ക് ആവാഹിച്ചു എന്നാണ് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ മഹാസമുദ്രം മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് മുഴുവൻ അങ്ങോട്ട് വറ്റിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു എന്നാണ്. ഇനിയും എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നുള്ള ഭാവത്തിൽ ആ വില്ല് കൊലച്ച് അതിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ച് ആ സമുദ്രാന്തർഭാഗത്തേക്ക് അതങ്ങോട്ട് കൊലയ്ക്കാൻ വേണ്ടി ശ്രീരാമസ്വാമി പുറപ്പെട്ടതും അവിടെ വരുണൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് കഥയിൽ പറയണത്. അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിക്കണു, ഭഗവാനോട് മാപ്പ് ചോദിക്കണു. ഭഗവാനെ അങ്ങ് കരുതുന്നത് പോലെ
ഇത് സ്വയം വറ്റിക്കാനൊന്നും ഞാൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. കാരണം ഒരുപാട് ദേവതകളും ജലജന്തുക്കളൊക്കെ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെ വറ്റിക്കുക എന്ന് പറയണത് ഒരിക്കലും ഒരു പ്രാപ്തിയായിട്ടുള്ള കാര്യമല്ല, അത് ഉചിതമല്ല. നമ്മളൊക്കെ ഇതിനെ വറ്റിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പാവപ്പെട്ട മൃഗങ്ങളും ഈ ജലജന്തുക്കളൊക്കെ എന്താ ചെയ്യുക? അപ്പം അതുകൊണ്ട് ഇത് വറ്റിക്കാത്ത തരത്തിലൊരു ഉപായം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങൊരു കാര്യം ചെയ്തോളൂ. എൻ്റെ ഈ ശരീരത്തിലൂടെ എന്ന് വെച്ചാൽ ഈ സമുദ്രത്തിലൂടെ അങ്ങ് മനോഹരമായിട്ടുള്ളൊരു സേതു, ഒരു പാലം പണിതാൽ അങ്ങേക്കും അങ്ങയുടെ സൈന്യത്തിനും എളുപ്പത്തിൽ അങ്ങോട്ട് കടക്കാൻ സാധിക്കും. അതിനു വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ വരുണൻ ഭഗവാനെ നമസ്കരിക്കുന്നതായിട്ടുള്ള രംഗം രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ കഥ ഇവിടെ അനുസ്മരിച്ചത് നമ്മളുടെയൊക്കെ ആരാധനാ പാരമ്പര്യം കൊണ്ടും ഉപാസനാ ബലം കൊണ്ടും പ്രകൃതി ശക്തികളെപ്പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്ന മഹാത്മാക്കൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അത് ശ്രീരാമസ്വാമി മാത്രമൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ചില പണ്ടത്തുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ ഇന്ന് മഴ പെയ്യും എന്ന് അവർ പറഞ്ഞാൽ മഴ പെയ്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മഴ പെയ്യില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാറുണ്ടെങ്കിലും മഴ പെയ്യാത്ത കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി ശക്തികളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഗുരുജനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു, ശ്രീരാമസ്വാമിയെ പോലെ എന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഒരു കഥ അനുസ്മരിച്ചു എന്ന് മാത്രം. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ക്ഷേത്രം പ്രകൃതിയിലെ നിശ്ചലമായ ഊർജത്തെ ചലനാത്മകമാക്കി ചുറ്റും പ്രചരിപ്പിക്കുന്നു. ക്ഷേത്രത്തിലെത്തിക്കുന്ന ഭക്തരിലേക്ക് അത് പ്രവഹിക്കുകയും ചെയ്യുന്നു. പൂപ്പുകൈയുടെ കൂർത്ത അഗ്രം വേഗം അതിനെ ആവാഹിക്കുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മലയൻകീഴിൻ്റെ ദേശപ്പെരുമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള പ്രശാന്ത സുന്ദരമായ ഗ്രാമമാണ് മലയൻകീഴ്. മൂക്കുന്നിമലയ്ക്കും എള്ളുമലയ്ക്കും മാങ്കുന്നുമലയ്ക്കുമിടയിൽ പേരിനെ അന്വർത്ഥമാക്കുന്ന താഴ്വാര പ്രദേശം. ചതുർബാഹുവായ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന പുണ്യസ്ഥലിയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഗണപതി, ശിവൻ, ശാസ്താവ്, ഭൂതത്താൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി തുടങ്ങിയ ഉപദേവതകളും ക്ഷേത്രത്തിന് ചൈതന്യം പകരുന്നു. 2 മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രഭൂമി. പ്രതിഷ്ഠാ വിഗ്രഹവുമായി വില്ലുമംഗലം സ്വാമികൾ ബന്ധപ്പെടുമ്പോൾ ഭാഷാ ഭഗവത്ഗീത രചിച്ച മാധവ പണിക്കർക്ക് മലയൻകീഴുമായുള്ള ബന്ധവും പ്രസിദ്ധം. ക്ഷേത്രനടയിലെ ബൃഹത്തായ ഗോപുരവും നീണ്ട നടപ്പന്തലും ചുറ്റുമതിലിനുള്ളിലെ ആൽമരവും ദൃശ്യാനുഭൂതി പകരുന്നു. ക്ഷേത്രനടയിലെ വലിപ്പമുള്ള ധ്വജം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചതാണിത്. അതിനു ചുവട്ടിൽ ചുറ്റും മനോഹരമായ കുത്തുപണികൾ, ശ്രീകോവിലിന്റെ കഴുക്കോലിൽ തെളിയുന്ന പുരാതന ലിപിയും നാലമ്പലത്തിനകത്തെ തൂണുകളിലെ ശില്പങ്ങളും ചാരുതയാർന്നവയാണെന്നു മാത്രമല്ല പ്രാചീന പ്രൗഢിയും വെളിവാക്കുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുവശത്ത് വിസ്തൃതമായ കുളമാണ്. ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി ജന്മപുണ്യം നേടിയത് നിരവധി തലമുറകളും. പീതാംബരധാരിയായ മൗലിയിൽ മയിൽപീലി ചാർത്തിയ വേണുഗോപാലനായ കണ്ണൻ ഈ ക്ഷേത്രത്തിൽ അനന്ത ചൈതന്യമായി 1000 ഹൃദയങ്ങൾക്ക് ആശ്വാസമേകുന്നു. കദളിപ്പഴവും പാൽപ്പായസവും ഉണ്ണിയപ്പവും ഭഗവാന് പ്രധാന നിവേദ്യങ്ങൾ. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അനന്തപുരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ടെന്നാണ്
യശശരീരനായ പണ്ഡിതവര്യൻ ശൂരനാട് കുഞ്ഞൻപിള്ള രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഐതിഹ്യങ്ങളും വായ്മൊഴി കഥകളും കൊണ്ട് ക്ഷേത്രപ്പഴമ പ്രസിദ്ധം. കഥകളിലൊന്നും അതിഭാവുകത്വമില്ല, എല്ലാം കൺമുന്നിൽ കണ്ട പോലെ. തലമുറകൾ പറഞ്ഞു പോകുന്ന ഈശ്വര ചൈതന്യമുള്ള കഥകൾ. ഓരോ ദേശത്തെയും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ച് ആചാരങ്ങളിൽ വ്യത്യാസമുണ്ട്. അത്തരത്തിൽ സ്ത്രീകൾക്ക് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ദർശനത്തിന് വരുന്ന സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറാനും ഉപദേവതകളെ വണങ്ങാനും നിയന്ത്രണമില്ല. എന്നാൽ നാലമ്പലത്തിനുള്ളിലേക്ക് കയറാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ട്. അതിനൊരു കാരണവും പറയുന്നുണ്ട്. പണ്ട് സ്വാമിയാർ മഠത്തിൻ്റെ അധിപതി ആറുദേശപ്പറ്റി സ്വാമികൾ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്ന സമയം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം നാലമ്പലത്തിനുള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണ ഭക്തയായ ഒരു സ്ത്രീ ഭഗവത് ദർശനത്തിനായി നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു. ഏറെ നേരമായിട്ടും ദർശനം കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്നില്ല. ഭക്ത ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വിലക്ക് വന്നത്. ബാലികമാർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. പൂജകളിലും മറ്റും ദേവീ സങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ടിവിടെ. അതിലൊന്നാണ് നാലമ്പലത്തിനുള്ളിലെ ബലിക്കല്ലുകളിലെ സപ്തമാതൃക്കളുടെ സാന്നിധ്യം. നിത്യവും സന്ധ്യാദീപാരാധനയ്ക്ക് മുൻപ് നാലമ്പലത്തിനു മുന്നിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ച ശേഷമേ ചടങ്ങുകൾ ആരംഭിക്കൂ. മതിലകം രേഖകൾ ഉൾപ്പെടെയുള്ളവയിൽ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. AD 1729 തിരുവിതാംകൂറിൽ ഭരണമേൽക്കുകയും രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്ത അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തു തന്നെ മലയൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വാദ്യക്കാരെ വരുത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയതിനു പിന്നിൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ കവിതകൾക്കും പ്രധാന പങ്കുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള അവരുടെ കവിതകൾ മുമ്പ് അനന്തപുര നിവാസികൾ ഭക്തിയോടെ ചൊല്ലിയിരുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമിയെ തിരുവല്ല വാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിച്ച് ഭക്തർ പ്രാർത്ഥിച്ചു വരുന്നു. അതിനു പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. വിഷ്ണുഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു. ദ്വാരകയിൽ സാത്വികി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും സ്വാമിയാരോട് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നതായിരുന്നു സ്വപ്നം. അടുത്ത ദിവസം സ്വാമിയാർ കുളിക്കാൻ നദിയിൽ മുങ്ങിയപ്പോൾ തൻ്റെ ശിരസ് ഏതോ വസ്തുവിൽ തട്ടിയതായി തോന്നി. അദ്ദേഹം അതെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണെന്ന് മനസ്സിലായി. സ്വാമിയാർ അതിനെ പ്രതിഷ്ഠിക്കാൻ പത്തനംതിട്ടയ്ക്കടുത്തുള്ള തിരുവല്ലയിൽ ക്ഷേത്രം പണിയിച്ചു. പ്രതിഷ്ഠാദിനമെത്തിയപ്പോൾ സ്വാമിയാർക്ക് മറ്റൊരു സ്വപ്നം ലഭിച്ചു. വിഗ്രഹം മലയൻകീഴ് എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം. അങ്ങനെയാണ് വിഗ്രഹം മലയൻകീഴ് പ്രതിഷ്ഠിച്ചത്. ഇതിനുശേഷം മലയൻകീഴ് ക്ഷേത്രപ്രതിഷ്ഠയെ തിരുവല്ലാഴപ്പൻ എന്ന് ഭക്തർ വിളിച്ചു പോരുന്നു. രണ്ടു ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ട് മുമ്പുള്ള ബന്ധത്തെയാണ് ഈ ഐതിഹ്യം കൂട്ടിയിണക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ദാർശനിക ഗ്രന്ഥം ജ്ഞാനപനുവൽ, അതായത് സംസ്കൃത ഭാഷയിലുള്ള ശ്രീമദ് ഭഗവത്ഗീത ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ക്ഷേത്ര സന്നിധിയിൽ വച്ചാണ്. അത് നിർവഹിച്ചത് മാധവ കവിയാണ്. മാധവ കവി തൻ്റെ പുസ്തകത്തിൽ താൻ മലയൻകീഴ് തിരുമാതിൻ വല്ലഭൻ അരുളാലെ ആണ് ഈ പുസ്തകം ജ്ഞാനപനുവൽ
അതായത് അറിവിൻ്റെ ശാസ്ത്രം എഴുതുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാനത്തെ സാമാന്യ ജനങ്ങളുടെ ഭാഷയിലേക്ക് പരിചയപ്പെടുത്തിയ പാട്ട് എന്ന സാഹിത്യ പ്രസ്ഥാനത്തിലെ നാഴികക്കല്ലുകളിൽ പ്രഥമ സ്ഥാനമാണ് ഭാഷാ ഭഗവത്ഗീതയ്ക്ക്. ഒരു നൂറ്റാണ്ട് മുമ്പ് 1915 മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഭാഷാ ഭഗവത്ഗീതയുടെ 1-ാം പതിപ്പ് പുറത്തിറക്കിയത്. അന്നു മുതൽ ഗ്രന്ഥകാരനെക്കുറിച്ചുള്ള തർക്കവും തുടങ്ങി. മാധവകവിയുടെ ജന്മഭൂമി പത്തനംതിട്ടയ്ക്കടുത്ത് നിരണവും കർമ്മഭൂമി മലയൻകീഴുമാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റൊരു കൂട്ടർ കവിയുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും മലയൻകീഴാണെന്ന് വാദിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം, വിഷു, അഷ്ടമി രോഹിണി, മകരമൊന്ന്, മിഥുനമൊന്ന് എന്നിവ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. മീനമാസത്തിലാണ് പ്രസിദ്ധമായ മലയൻകീഴ് ഉത്സവം. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലാണ് ആറാട്ട്. അനവധി ആനകളുടെയും പഞ്ചവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര. ഭക്തിനിർഭരമായ ഈ ചടങ്ങിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണൻ വിവാഹത്തിനാഗ്രഹിച്ചാണ് കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നതെന്നും കഥ. തിരിച്ചെത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും. തിരിച്ചുള്ള യാത്ര കാണാനും ഭക്തജനങ്ങൾ നിറപറയൊരുക്കി ഭഗവാനെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. ശ്രീവല്ലഭപാദത്തിൽ വന്ദനം. വേഷം, ചലനം, മുഖഭാവം എന്നിവയിൽ നിന്നുമെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയും. വൃത്തിയുള്ള വേഷം ധരിക്കാനും മുഖത്ത് പുഞ്ചിരി വരുത്താനും അംഗവിക്ഷേപങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കാനും ശ്രമിക്കുക. സമൂഹ മധ്യത്തിൽ നമ്മുടെ വില വർദ്ധിക്കാൻ ഇത് സഹായിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.